നമസ്കാരം. ബ്രഹ്മപുരം തന്നെയാണ് ഇന്നത്തെയും പ്രധാന വാർത്താ കേന്ദ്രം. സഭ ഇന്നും പ്രക്ഷുബ്ധമായി. സഭയിൽ സ്പീക്കറുടെ വിവാദ പരാമർശങ്ങളുണ്ടായി. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും സംഘർഷവും നടന്നു. ഒടുവിൽ വിഷയത്തിൽ നീണ്ട നാളത്തെ മൌനം വെടിയാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു. നാളെ സഭയിൽ ബ്രഹ്മപുരം വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തും. ഈ ദിവസത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. ബ്രഹ്മപുരം വിഷയത്തിൽ മുഖ്യമന്ത്രി ഒടുവിൽ മൌനം വെടിയുന്നു. നാളെ നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തും. ചട്ടം 300 അനുസരിച്ചാണ് പ്രസ്താവന നടത്തുക. മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ബ്രഹ്മപുരം വിഷയത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധം. അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ പോലും സ്പീക്കർ വിസമ്മതിച്ചതോടെ നടുത്തളത്തിൽ സമാന്തര സഭ ചേർന്നായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. സമാന്തര സഭ ചേരുന്നത് ചട്ടവിരുദ്ധമാണെന്നും നടപടി ഉണ്ടാകുമെന്നുമുള്ള സ്പീക്കറുടെ മുന്നറിയിപ്പും പ്രതിപക്ഷം തള്ളി. ബ്രഹ്മപുരം വിഷയത്തിൽ കോർപ്പറേഷനിൽ പ്രതിഷേധിച്ച കൌൺസിലർമാർക്കെതിരെയുള്ള പോലീസ് നടപടിയായിരുന്നു റോജി എം ജോണിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. അടിയന്തര സ്വഭാവമില്ലാത്തതിനാൽ നോട്ടീസ് പരിഗണിക്കാനാകില്ലെന്ന് സ്പീക്കർ. കേരളത്തിൽ 900-ലേറെ LSGD-കളുണ്ട്. കോർപ്പറേഷൻ LSGD-കളുണ്ട്. ഈ LSGD-യിൽ നടക്കുന്ന നാരോ മാർജിനിലെടുത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതൊന്നും ഇവിടെ വന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ല. സോറി. അടിയന്തര പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല. സഭാ നടപടികളുമായി മുന്നോട്ടു പോകാനായിരുന്നു സ്പീക്കറുടെ തീരുമാനം. സാർ, ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യാത്തത്, ഈ വിഷയം ഇന്നലത്തെ പോലെ മന്ത്രിമാരെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഈ വിഷയം മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. കാരണം പോലീസ് അഴിഞ്ഞാട്ടവർ. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് തുടക്കം മുതൽ. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചു. സഭയുടെ നടുത്തളത്തിലും സ്പീക്കറുടെ മുന്നിലും പ്രതിഷേധമായി. സ്പീക്കറുടെ മുഖം മറച്ച പ്രതിപക്ഷ MLA-മാർ സ്പീക്കർ നീതി പാലിക്കണമെന്ന ബാനർ ഉയർത്തി. നടുത്തളത്തിലേക്ക് നീങ്ങിയ പ്രതിപക്ഷം പ്രതീകാത്മകമായി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. PC വിഷ്ണുനാഥ് അധ്യക്ഷനായി. സമാന്തര സഭ ചട്ടവിരുദ്ധമെന്ന സ്പീക്കറുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പും പ്രതിപക്ഷം വകവച്ചില്ല. സഭാ നടപടികൾ തുടരുന്നതിനിടെ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്ക്. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രഹ്മപുരം വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ VD സതീശൻ. മന്ത്രി പറഞ്ഞത് അവാസ്തവമാണ്. ഒരാരോഗ്യ പ്രശ്നങ്ങളുമില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും ബ്രഹ്മപുരത്ത് നടന്നത് വലിയ കബളിപ്പിക്കലാണെന്നും പ്രതിപക്ഷ നേതാവ്. ആരോഗ്യമന്ത്രി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഒരാരോഗ്യ പ്രശ്നവും കൊച്ചിയിൽ ഇല്ലാന്നല്ല പറഞ്ഞത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് പറഞ്ഞത് എന്നാണ് നിയമസഭയിൽ ചോദിച്ചത്. അതെങ്ങനെ വ്യക്തിപരമായി അവരെ അധിക്ഷേപിക്കുന്നാവും? യാതൊരു നാണവുമില്ലാതെ മന്ത്രിമാർ വന്ന് ന്യായീകരിക്കുമ്പോ അത് കേട്ടുകൊണ്ട് ഞങ്ങൾ ഇരിക്കണോ? അതിനെപ്പറ്റി ഞങ്ങൾ പറഞ്ഞപ്പോ ക്ഷമിക്കുന്നതാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവരുടെ കെടുകാര്യസ്ഥത, ഇവർക്കാണ് ഉത്തരവാദിത്തം. അതേസമയം VD സതീശന് മറുപടിയുമായി ആരോഗ്യമന്ത്രിയും ഇന്ന് രംഗത്ത് എത്തി. ബ്രഹ്മപുരം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് അവാസ്തവമായ കാര്യങ്ങൾ പറയുന്നതായി മന്ത്രി വീണ ജോർജ്. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് വീണ ജോർജ് ഈ മാസം 5-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനം വീണ്ടും പ്രദർശിപ്പിച്ചു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു എന്നും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നുണ്ട്. വളരെ നിർഭാഗ്യകരമാണ്. കാരണം ഈ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒന്നിച്ചിരുന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആണ്. അപ്പോൾ അതിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഞാൻ 10-ാം തീയതി 10-ാമത്തെ ദിവസം അവിടെ പോയി മാസ്ക് വെക്കണമെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. തീർത്തും അവാസ്തവമായ കാര്യമാണ്. അതോടൊപ്പം ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമല്ലോ. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ആരോഗ്യ സർവേ ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ്. 1249 പേർ ചികിത്സ തേടി. മൊബൈൽ ക്ലിനിക്കുകളിലായി 178 പേർ ചികിത്സ തേടി. പുക ശ്വസിച്ച് ഒരാൾ മരിച്ചെന്ന വാർത്തയിൽ ഡെത്ത് ഓഡിറ്റ് നടത്താൻ നിർദ്ദേശിച്ചെന്നും മന്ത്രി. ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ 1249 പേരാണ് വിവിധ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അതുപോലെ മൊബൈൽ ക്ലിനിക്കുകളിൽ ഒക്കെ തന്നെ സേവനം തേടിയത്. 11 ശ്വാസ് ക്ലിനിക്കുകൾ, അർബൻ ഹെൽത്ത് സെന്റേഴ്സിൽ സാധാരണ ശ്വാസ് ക്ലിനിക് ഇല്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ശ്വാസ് ക്ലിനിക്ക് 11 അർബൻ ഹെൽത്ത് സെന്റേഴ്സിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 68 പേർ
ഈ 11 ശ്വാസ് ക്ലിനിക്കുകളിലുമായി അവിടെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ മൊബൈൽ യൂണിറ്റ്സ്, ഇന്ന് 6 മൊബൈൽ യൂണിറ്റുകൾ വിവിധ സ്ഥലങ്ങളിൽ ആ മൊബൈൽ യൂണിറ്റിൻ്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ തലേന്ന് തന്നെ, ഇന്നലെ തന്നെ ഇന്ന് 6 മൊബൈൽ യൂണിറ്റുകളും എവിടെയായിരിക്കും എന്നുള്ളതും എത്ര സമയം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ അവിടേക്ക് വരുന്നത്. ഇന്നലെ 2 മൊബൈൽ യൂണിറ്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെതും 2 ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആശ്രമ മെഡിസിറ്റിൻ്റെതും. അപ്പോൾ അവിടെ 178 പേർ ഇന്നലെ മൊബൈൽ ക്ലിനിക്കുകളിൽ സേവനം തേടിയിട്ടുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. തീപിടുത്തം മൂലം മനുഷ്യരുടെ രക്തത്തിലെ ഡയോക്സിന്റെ അളവ് അടിയന്തരമായി പരിശോധിക്കണം. കൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ വിഷപ്പുക ശ്വസിച്ച പ്രദേശങ്ങളിലുള്ള പശു, ആട്, എരുമ എന്നിവയുടെ പാൽ, രക്തം, മാംസം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഡയോക്സിന്റെ അളവ് പരിശോധിക്കണം. വിഷപ്പുകയുടെ കാഠിന്യമുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് ഗ്യാസ് മാസ്ക് നൽകണം. കൂടാതെ വേനൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകരുതലെന്നോണം മഴയ്ക്ക് മുമ്പും അതിനുശേഷവും ജലാശയങ്ങളിലുള്ള ജലത്തിലെ ഡയോക്സിന്റെ അളവ് പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി ഉണ്ടാകണമെന്ന് ഹൈക്കോടതി. അതുണ്ടാകാത്തതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുഴപ്പം. ഇപ്പോഴുള്ള സാഹചര്യത്തിന് മാറ്റമുണ്ടാകണമെന്നും കോടതി വ്യക്തമാക്കി. ബ്രഹ്മപുരം മാലിന്യ വിഷയത്തിൽ 3 അമിക്കസ് ക്യൂറിമാരെ ഹൈക്കോടതി നിയമിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മാലിന്യ സംസ്കരണത്തിന് കുട്ടികൾക്ക് പരിശീലനം നൽകണം. കൊച്ചിക്കാരെ മുഴുവൻ ബോധവൽക്കരിക്കുന്നതിലും നല്ലത് 1000 കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതാണെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സോണ്ട കമ്പനിയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി കോടതിയെ അറിയിച്ചു. ബ്രഹ്മപുരത്ത് പുതിയ ടെൻഡർ വിളിച്ചെന്നും കോർപ്പറേഷനിൽ കോടതിയിൽ വ്യക്തമാക്കി. സോണ്ടയെ തള്ളി ജർമ്മൻ കമ്പനി ബോവർ. ബ്രഹ്മപുരത്ത് സോണ്ടയുടെ പങ്കാളിയല്ലെന്നും ബംഗളൂരുവിൽ സോണ്ട നടത്തിയ തട്ടിപ്പിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും MD പാട്രിക് ബോവർ പറഞ്ഞു. രാഷ്ട്രീയ സ്വാധീനം മൂലം സോണ്ട അന്വേഷണം അട്ടിമറിച്ചെന്നും അവർക്കെതിരെ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും പാട്രിക്. I am compelled to release this statement because of the developments at Brahmapura in Kochi. My client, as an environmental professional, is expressing his full solidarity with the people of Kochi. He is releasing this statement as Rajkumar Pillai has been running the company as per his own whims and fancies. We were and we are completely excluded for years from the day-to-day affairs of the company. Crores of rupees have been invested into the company, but there is no accountability and Rajkumar has completely failed to provide it. Even on multiple inquiries, Rajkumar never provided any relevant and detailed information pertaining to the books of accounts of the company. Crores of rupees have gone out of the company to his own sister companies. Whenever we asked him about the same, he used to threaten us. We were told that if we take any action externally, he will never return the lended money back to the principals. Since we are aware of the political connections which Rajkumar is having, my client is seriously afraid of coming before the media. കോഴിക്കോട് ഞെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ കരാറിൽ നിന്ന് സോണ്ട ഇൻഫ്രാടെക്കിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാക്കിയ പ്രതിപക്ഷം. കരാർ റദ്ദാക്കണമെന്നാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് BJP മാർച്ച് നടത്തി. കോർപ്പറേഷൻ 2.5 കോടിയോളം രൂപ ചെലവിട്ടിട്ടും ഞെളിയൻപറമ്പിലെ വേസ്റ്റ് ടു എനർജി പദ്ധതി 4 വർഷമായിട്ടും നടപ്പായില്ല. സോണ്ട ഇൻഫ്രോടെക്കാണ് ഇവിടെയും കരാറെടുത്തത്. കരാർ കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷന് കമ്പനി കത്ത് നൽകിയിരുന്നു. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാരുടെ ആവശ്യം. സോണ്ടയെ കരാറിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് BJP ഞെളിയൻപറമ്പിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മപുരത്തെ ദുരന്ത ഭൂമിയാക്കിയ വിവാദ കമ്പനി സോണ്ട ഇൻഫ്രാടെക്കിനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള ജനങ്ങളുടെ സമരത്തിന്റെ തുടക്കമാണ് ഈ മാർച്ച് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സോണ്ടയെ ന്യായീകരിച്ച് വീണ്ടും കോർപ്പറേഷൻ രംഗത്തെത്തി. സ്വാഭാവിക കാലതാമസം മാത്രമാണെന്ന വിശദീകരണമാണ് മേയറുടേത്. സോണ്ടയെ മാറ്റുന്നതുവരെ
സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണത്തിൽ വിശദീകരണവുമായി മേയർ ബീന ഫിലിപ്പ്. മുൻ പരിചയമില്ലാത്ത കമ്പനിയെ വിശ്വസിച്ചുപോയി. ബയോമൈനിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നടപടികളുടെ ഭാഗമായി കമ്പനിയുടെ MD വിളിച്ചു വരുത്തുമെന്നും മാലിന്യ സംസ്കരണം കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തുമെന്നും ബീന ഫിലിപ്പ് പറഞ്ഞു. അവരോട് ഇനി അത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇനി ഗവൺമെന്റുമായിട്ടുള്ള ഒരു ധാരണയും കൂടിയാണല്ലോ അവർ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഭാഗം ഇത് മാത്രമായിരുന്നല്ലോ. അപ്പോൾ സർക്കാരുമായി ആലോചിച്ച് വിപുലമായ തരത്തിൽ ചർച്ച നടത്തിയിട്ടേ അടുത്ത നടപടി എന്ത് എന്ന് പറയാൻ സാധിക്കും. ഞങ്ങൾ അവരോട് അവരുടെ വിഷമം നമുക്കറിയാത്തതുകൊണ്ടല്ല, പക്ഷേ ഒരു മെഷീൻ മതിയാവുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു മെഷീൻ കൂടി വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചതാണ് അവരോട്. പ്ലാന്റ് വേണമെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഡിഗ്ഗിങ് ആരംഭിക്കാം. പക്ഷെ അവരിത് കൂടി ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ലൈഫ് മിഷൻ കേസിൽ MA യൂസഫ് അലിയുടെ മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകി. മറ്റന്നാൾ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ വിജേഷ് പിള്ളയ്ക്കെതിരെ കർണാടക പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിൽ ഇടനിലക്കാരനായി എത്തി വിജേഷ് പിള്ള ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ തള്ളി MA യൂസഫ് അലി രംഗത്ത് വന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ പല ആരോപണങ്ങളും ഉയരും. അതിനെതിരെ ധൈര്യപൂർവ്വം മുന്നോട്ടു പോകും. EDയുടെ നോട്ടീസിനെ കുറിച്ച് അത് റിപ്പോർട്ട് ചെയ്തവരോട് ചോദിക്കണമെന്നും സമൂഹ മാധ്യമത്തിൽ പറയുന്നത് തന്നെയും ലുലുവിനെയും ബാധിക്കില്ലെന്നും യൂസഫ് അലി പറഞ്ഞു. അതേസമയം MA യൂസഫ് അലിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഗുണകരമായ നടപടിയല്ലെന്ന് EP ജയരാജൻ പറഞ്ഞു. യൂസഫ് അലി ലോകത്താകമാനം അറിയപ്പെടുന്ന വ്യവസായ വ്യാപാര ശൃംഖലയുടെ തലവനാണ്. ഏത് ഭരണമായാലും അവരോട് സഹകരിച്ചും ജനക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും നാടിനെ അഭിവൃദ്ധിപ്പെടുത്താൻ അദ്ദേഹത്തിന്റേതായ പങ്ക് നിർവഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ലോക ശ്രദ്ധയിൽ നിൽക്കുന്ന വ്യക്തികളെ പൊതുസമൂഹത്തിനു മുന്നിൽ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.